ഷാർജയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ വിഭജികയുടെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരും. എന്നാൽ വിഭജികയുടെ 1.5 വയസ്സുകാരിയായ മകൾ വൈഭവിയുടെ മൃതദേഹം ദുബായിൽ സംസ്കരിക്കാൻ തീരുമാനിച്ചു. ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റിൽ ഇന്നലെ നടന്ന ചർച്ചയിലാണ് തീരുമാനം. കുട്ടിയുടെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകണമെന്ന വിഭജികയുടെ മാതാവ് ആവശ്യപ്പെട്ടെങ്കിലും വിഭജിയുടെ ഭർത്താവ് നിതീഷ് അതിന് തയ്യാറായില്ല. ദുബായിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി ടി ജമാലുദ്ദീൻ കൂടി ചേരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം. ജമാൽ, ഒരു മരണം അത് ഏത് രീതിയിലുള്ള മരണമായാലും അത് സങ്കടകരമാണ്. പ്രത്യേകിച്ച് ഈ അവസ്ഥയിൽ വലിയ വിവാദങ്ങൾ മരണത്തിന് ശേഷവും ഒരു മരണം സംഭവിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം ആ മൃതദേഹത്തോട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് അത് എത്രയും പെട്ടെന്ന് മറവ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോഴിവിടെ ദുരൂഹ സാഹചര്യത്തിലാണ് മരണം. ആ മരണത്തിൽ തന്നെ വലിയ സങ്കടകരമായിട്ടുള്ള അവസ്ഥയുണ്ട്. വലിയ ആരോപണങ്ങൾ പല ഭാഗത്തു നിന്ന് വരുന്നു. ആ തൂങ്ങി മരണത്തിലേക്ക് നയിച്ച കാര്യങ്ങളും സാഹചര്യങ്ങളും ഒക്കെ പുറത്തേക്ക് വരുമ്പോൾ അത് കേട്ടറിയുന്ന നമുക്ക് തന്നെ സങ്കടാവസ്ഥയാണ്. ഇപ്പോഴിതാ മൃതദേഹം 2 ഇടങ്ങളിലായി സംസ്കരിക്കാമെന്നൊരു തീരുമാനത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. വിനിഷ സൂചിപ്പിച്ചതുപോലെ ഒരുപക്ഷെ പ്രവാസി മലയാളികളെ ഏറെ വേദനയിലാക്കിയ ഒരു സംഭവമാണ് വിഭജികയുടെയും മകൾ 1.5 വയസ്സുകാരി വൈഭവിയുടെയും മരണം. ഈ ഷാർജയിലെ അൽനഹദയിൽ കഴിഞ്ഞ മാസം 8-ാം തീയതിയാണ് ഇവരെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇതിനുശേഷം ഇപ്പോൾ ഈ ഏറെ വിവാദങ്ങൾ ഇതിന് ശേഷം നടക്കുന്നു. മിനിഞ്ഞാന്ന് യഥാർത്ഥത്തിൽ ഈ കുഞ്ഞിന്റെ സംസ്കാരം നടക്കേണ്ടതായിരുന്നു, വൈഭവിയുടെ സംസ്കാരം. പക്ഷെ ഈ കുഞ്ഞിന്റെയും അമ്മയുടെയും വൈഭവിയുടെയും അമ്മ വിഭജികയുടെ മൃതദേഹം തങ്ങൾക്ക് വിട്ടുകിട്ടണം, ഇവരുടെ മൃതദേഹം നാട്ടിൽ മാന്യമായി സംസ്കരിക്കണം, കേരളത്തിലേക്ക് കൊണ്ടുപോയി മൃതദേഹം സംസ്കരിക്കണം എന്ന ഒരു ആഗ്രഹം ഒരുപക്ഷെ അവരുടെ അമ്മയുടെയും ബന്ധുക്കളുടെയും ഒക്കെ ഒരു ആഗ്രഹമായിരുന്നു. അതിനുവേണ്ടി അമ്മ ശൈലജയും സഹോദരൻ വിനോദും ഒക്കെ ഇവിടെ ദുബായിൽ എത്തിയിരുന്നു. ഇതിനുവേണ്ട നടപടിക്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. പക്ഷെ കുഞ്ഞിന്റെ അച്ഛൻ നിതീഷ് ഈ മൃതദേഹം വിട്ടു നൽകാൻ തയ്യാറായില്ല എന്ന് തന്നെ പറയണം. ഈ കുഞ്ഞിന്റെ മൃതദേഹം ഇവിടെ സംസ്കരിക്കാനാണ് നിതീഷ് തീരുമാനിച്ചത്. പക്ഷെ ഇതിനിടയ്ക്ക് ഇന്ത്യൻ കോൺസുലേറ്റ് ഇടപെടുകയും ഈ മൃതദേഹം സംസ്കരിക്കുന്നത് നീട്ടിവെക്കുകയും ചെയ്തു. ഇന്നലെ കോൺസുലേറ്റിൽ ഇത് സംബന്ധിച്ച് ഒരു അന്തിമ ചർച്ച നടന്നിരുന്നു. പക്ഷെ ആ ചർച്ചയിലും നിതീഷ് യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായില്ല എന്നത് ഏറെ ദുഃഖകരമാണ്. വിഭജികയുടെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകും. പക്ഷെ അതേസമയം ഈ കൊച്ചു കുഞ്ഞിന്റെ മൃതദേഹം ഇവിടെ സംസ്കരിക്കാനാണ് നിതീഷ് തീരുമാനിച്ചത്. അമ്മയുടെയും കുഞ്ഞിന്റെയും മൃതദേഹം ഒരു സ്ഥലത്തേക്കെങ്കിലും കൊണ്ടുപോയി സംസ്കരിക്കണം എന്നൊരു ആഗ്രഹം ഇവരുടെ ബന്ധുക്കൾക്ക്, അമ്മയുടെ ബന്ധുക്കൾക്ക് ഉണ്ടായിരുന്നു. പക്ഷെ നിതീഷ് ഒരു തരത്തിലും ഇതിന് വഴങ്ങുന്നില്ല എന്നതാണ് മനസ്സിലായത്. ഏതായാലും ഈ കുഞ്ഞിന്റെ മൃതദേഹം ഇന്ന് ദുബായിൽ സംസ്കരിക്കും. അമ്മയുടെ വിഭജികയുടെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകും. അതേസമയം നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഈ വിഭജികയുടെ കുടുംബത്തിന്റെ തീരുമാനം. ഇവിടെ ഷാർജയിൽ അല്ലെങ്കിൽ UAE നിയമ നടപടികൾക്ക് നിയമപരമായ തടസ്സമുണ്ട് എന്നാണ് ഇവർക്ക് ലഭിച്ച നിയമോപദേശം. അതുകൊണ്ട് തന്നെ ഈ നിയമ നടപടികൾ നാട്ടിൽ തുടരും. നേരത്തെ കുണ്ടറ പോലീസിൽ ഇവർ പരാതി നൽകിയിട്ടുണ്ട്. ഈ പരാതിയുമായി ഇതിന്റെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്യും, FIR എടുത്ത് നടപടികൾ മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. ഇത് ശക്തമാക്കും എന്നാണ് ഇവരുടെ ബന്ധുക്കൾ അറിയിച്ചിരിക്കുന്നത്. ഇവർ ഇന്നലെ വളരെ വികാരപരമായാണ് മാധ്യമങ്ങളോടൊക്കെ സംസാരിച്ചത്. തങ്ങളുടെ കുഞ്ഞിന്റെ മൃതദേഹം വെച്ച് വിലപേശാൻ ഇനി തങ്ങൾ തയ്യാറല്ല. അതുകൊണ്ട് തന്നെ ഇനി എത്രയും പെട്ടെന്ന് മൃതദേഹം സംസ്കരിക്കുന്ന ചടങ്ങുകൾ നടക്കട്ടെ എന്നാണ് ഇവർ പറഞ്ഞത്. ഏതായാലും പക്ഷെ ഈ കുഞ്ഞിന്റെ ഈ മൃതദേഹം മരണവുമായി ബന്ധപ്പെട്ട നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഒരു വശത്ത് ഇവരുടെ തീരുമാനം. വിനിഷാണ് അത്തരത്തിലേക്ക് ഒരു തീരുമാനത്തിലേക്ക് എത്താനിടയായ ഒരു സാഹചര്യം എന്താണ്? കുഞ്ഞിൻ്റെ മൃതദേഹം കുഞ്ഞിൻ്റെ അച്ഛൻ പറയുന്ന രീതിയിൽ തന്നെ മൃതദേഹം സംസ്കരിക്കാമെന്നത് ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് ഏത് സാഹചര്യത്തിലാണ് ജമാൽ? തീർച്ചയായും ഈ കുഞ്ഞിന്റെ മൃതദേഹം ഏറ്റുവാങ്ങാനും അത് ഏത് തരത്തിൽ സംസ്കരിക്കണം എന്ന് തീരുമാനിക്കാനുള്ള നിയമപരമായ അവകാശം കുഞ്ഞിന്റെ അച്ഛനാണ്. അത് ഈ ഇവിടുത്തെ സർക്കാർ അല്ലെങ്കിൽ പോലീസ് അത്തരത്തിൽ ഇവരെ ബോധിപ്പിക്കുകയും ചെയ്തു. പക്ഷെ കുഞ്ഞിന്റെ മൃതദേഹം തങ്ങൾക്ക് വിട്ടുകിട്ടണം എന്നൊരു ആവശ്യം ഇവരുടെ ബന്ധുക്കൾ, അമ്മയുടെ ബന്ധുക്കൾ ഉന്നയിച്ചിരുന്നു. അത് നിയമപരമായ തടസ്സങ്ങൾ അതിന് ഒട്ടേറെയുണ്ട്. പക്ഷെ ഇന്ത്യൻ കോൺസുലേറ്റിനെ സമീപിക്കുകയും വിഭജികയുടെ ബന്ധുക്കൾ, മാതാവും സഹോദരനൊക്കെ തന്നെയും ഇന്ത്യൻ കോൺസുലേറ്റിനെ സമീപിക്കുകയും ഇന്ത്യൻ കോൺസുലേറ്റ് ഇത്തരത്തിൽ ഒരു അനുരഞ്ജന ചർച്ചയ്ക്ക് തുടക്കമിടുകയും ചെയ്തു. അതിന്റെ ഭാഗമായാണ് ആദ്യം ഈ മൃതദേഹം സംസ്കരിക്കുന്നത്. മിനിഞ്ഞാന്ന് മൃതദേഹം സംസ്കരിക്കുന്നത് മാറ്റിവെച്ചത്. ഇന്നലെ കോൺസുലേറ്റിൽ വീണ്ടും ഒരു ചർച്ച നടത്തി ഈ നിതീഷുമായും അവരുടെ
ആളുകളുമായി ചർച്ച നടത്തി. പക്ഷെ ഒരു തരത്തിലും ഈ മൃതദേഹം വിട്ടു നൽകാൻ അല്ലെങ്കിൽ നാട്ടിലേക്ക് കൊണ്ടുപോകാൻ തയ്യാറായല്ല എന്ന നിലപാടാണ് നിതീഷ് തുടക്കം മുതൽ തന്നെ ഈ സ്വീകരിച്ചത്. വളരെ പിടിവാശി അതിന്റെ അക്കാര്യത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് ഇവരുടെ ബന്ധുക്കളൊക്കെ തന്നെയും പറഞ്ഞത്. യാതൊരു തരത്തിലുള്ള ഒരു വഴങ്ങലിലും ഈ മൃതദേഹം വിട്ടു നൽകുന്നത് സംബന്ധിച്ച് നിതീഷ് തയ്യാറായില്ല. മാത്രമല്ല ഇവരുടെ ബന്ധുക്കളുടെ ആവശ്യം നാട്ടിലേക്ക് കൊണ്ടുപോയി ഈ രണ്ടുപേരുടെയും അമ്മയുടെയും കുഞ്ഞിന്റെയും മൃതദേഹം ഒരു സ്ഥലത്ത് സംസ്കരിക്കാനുള്ള അവകാശമെങ്കിലും തങ്ങൾക്ക് നൽകണം എന്നാണ് പറഞ്ഞത്. പക്ഷെ നിതീഷ് തയ്യാറായില്ല. ഏതായാലും കുഞ്ഞിന്റെ മൃതദേഹം ഇവിടെ സംസ്കരിക്കും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരുപാട് പ്രയാസങ്ങൾ ഈ കുടുംബം ഈ വിഭജിക അനുഭവിച്ചിരുന്നു. പക്ഷെ ഈ പ്രയാസങ്ങളൊന്നും തന്നെ തുറന്നു പറഞ്ഞിരുന്നില്ല. നേരത്തെ ഏതെങ്കിലും തരത്തിലുള്ള കേസോ അല്ലെങ്കിൽ മറ്റോ ഈ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചു. നേരത്തെ ബന്ധുക്കളൊക്കെ തന്നെ പറഞ്ഞിരുന്നത് വിവാഹമോചനത്തിന്റെ വക്കിലായിരുന്നു ഈ കുടുംബം ഉണ്ടായിരുന്നു. വിഭജികയും ഭർത്താവ് നിതീഷും ഉണ്ടായിരുന്നു. പക്ഷെ ആ സമയത്തെങ്കിലും ഈ ഭർത്താവിന് എതിർ ഒരു കേസ് നൽകിയാൽ ഒരുപക്ഷെ ഭർത്തൃപ്പെടുന്നതിനെ കേസ് നൽകിയാൽ ഇവിടെ UAE വലിയ ശിക്ഷയാണ് ഉള്ളത്. നിയമ നടപടികൾ ശക്തമാകും. പക്ഷെ ഭർത്താവിനെതിരെ ഏതെങ്കിലും തരത്തിൽ ഒരു കേസ് നൽകാൻ പോലും ആ സമയത്ത് തയ്യാറല്ല. അന്ന് അവർ പറഞ്ഞത് അങ്ങനെ ഒരു ഉപദ്രവം തന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകില്ല, ഒരു തരത്തിലുള്ള പ്രയാസങ്ങളും ഈ തന്റെ ഭർത്താവിന് ഉണ്ടാകരുത് എന്നൊരു നിശ്ചയം ഈ പാവപ്പെട്ട അല്ലെങ്കിൽ ഈ സ്ത്രീക്ക് വിഭജിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ നിയമ നടപടി ഈ കേസുമായി വിവാഹമോചനവുമായി ബന്ധപ്പെട്ട നടപടികൾ മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. പക്ഷെ ഇതിനിടയിലാണ് തന്റെ കുഞ്ഞും ഈ കുഞ്ഞിനെ കൊലപ്പെടുത്തി എന്നാണ് കരുതുന്നത്. പക്ഷെ അത് കൃത്യമായി പറയാൻ കഴിയില്ല, നമുക്ക് ആ തരത്തിൽ പറയാൻ കഴിയില്ല. ഇനി ഒരു തരത്തിലും ജീവിക്കാൻ കഴിയില്ല എന്നൊരു സാഹചര്യമാണ് ഇവരെ ഈ ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്ന് വേണം കരുതാൻ. ശരി, ജമാലാണ് ദുബായിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവച്ചത്. ഏതായാലും ദുബായിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ വിഭജികയുടെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരും. മകൾ വൈഭവിയുടെ മൃതദേഹം ദുബായിൽ ഷാർജയിൽ തന്നെ സംസ്കരിക്കാനാണ് ഇപ്പോഴത്തെ തീരുമാനം. ഇന്ന് വൈഭവിയുടെ സംസ്കാരം ഷാർജയിൽ നടക്കും. മരിച്ചിട്ടും നിങ്ങൾ എന്തിനാണ് എൻ്റെ കുഞ്ഞിനെ മഴയത്ത് നിർത്തിയത് എന്ന് നമ്മളോട് ചോദിച്ചത് ഈച്ചര വാര്യരാണ്. ആ ചോദ്യം ഇപ്പോഴും നമ്മളുടെ ഉള്ളിലൊക്കെ ഒരു വേട്ടയാടലായി തുടരുന്നുണ്ട്. ഈ മരിച്ചു കഴിഞ്ഞിട്ടും മൃതദേഹത്തോട് കാണിക്കുന്ന അനാഥരവ്, ആർക്കാണ് അതിലൂടെയൊക്കെ മനസമാധാനം കിട്ടുക എന്ന് എനിക്കറിയില്ല.